വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ വിജയം സ്വന്തമാക്കിയതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള കളം ഒരുങ്ങിയിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള മണ്ഡലമാണ് പാലക്കാട് എന്ന് BJP വിശ്വസിക്കുന്നുണ്ട്. അതിന് കാരണമുണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP-യാണ്. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായ E. ശ്രീധരൻ മികച്ച മുന്നേറ്റത്തോടെ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു. ഒരു സമയത്ത് BJP വിജയത്തിനടുത്തെത്തിയെന്ന തോന്നലും ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അവസാന നിമിഷം ഷാഫി പറമ്പിൽ അതിനെയെല്ലാം തരണം ചെയ്ത് വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. ഒരു ജീവൻ മരണ പോരാട്ടത്തിലൂടെ BJP തോൽപ്പിച്ച് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വിജയം സ്വന്തമാക്കിയ ഷാഫി പറമ്പിലിനെ വടകര മണ്ഡലത്തിൽ മത്സരിക്കാൻ ചുമതലപ്പെടുത്തിയത് കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രപരമായ മണ്ടത്തരങ്ങളിൽ ഒന്നാണെന്ന് മാത്രമേ കരുതാൻ കഴിയൂ. കാരണം നിലവിലെ സാഹചര്യത്തിൽ BJPക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് പാലക്കാടുള്ളത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട് നഗരസഭ BJP ഭരിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഷാഫി പറമ്പിൽ രാജിവെച്ച ഒഴിവിലേക്ക് പകരം സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തുന്നത് ആരായാലും അവർ ഒരിക്കലും ഷാഫി പറമ്പിലിനോളം ജനകീയനായ വ്യക്തിയായിരിക്കില്ല എന്നുള്ളതും കൂടി ഓർക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് പാലക്കാട് മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിലും CPM-ലും ആശങ്കകൾ ഉടലെടുക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ CPM-നെ, അതായത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പാലക്കാട് നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് അഭിമാനത്തിൻ്റെയും അതോടൊപ്പം ബുദ്ധിമുട്ടേറിയതുമായ സംഗതി തന്നെയാണ്. മുൻപ് CPM വിജയിച്ചിരുന്ന മണ്ഡലമാണ് പാലക്കാട്. പിൽക്കാലത്ത് ഷാഫി പറമ്പിൽ മത്സരിക്കാൻ എത്തിയതിനു ശേഷം ഒരു തവണ പോലും CPM-ന് പാലക്കാട് മണ്ഡലം തൊടാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ അടുത്ത് നടന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ CPM മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. CPM-നെ സംബന്ധിച്ച് തങ്ങൾ തോൽക്കുന്നു എന്ന പ്രശ്നത്തേക്കാൾ ഉപരി അവരെ അലട്ടുന്നത് BJP രണ്ടാം സ്ഥാനത്ത് എത്തുന്നു എന്ന പ്രശ്നമാണ്. അതിന് കാരണം ഈ അടുത്ത കാലത്തായി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്ന കോൺഗ്രസും രണ്ടാം സ്ഥാനത്തെത്തുന്ന BJP-യും തമ്മിൽ വളരെ വലിയ വോട്ട് വ്യത്യാസങ്ങളൊന്നും കാണാനില്ല. നേരിയ വോട്ട് വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 2 തവണയും പാലക്കാട് മണ്ഡലം കോൺഗ്രസ് നിലനിർത്തിയത്. കഴിഞ്ഞ തവണ മെട്രോമാൻ E. ശ്രീധരൻ ഏകദേശം വിജയത്തിനടുത്ത് എത്തിയതുമായിരുന്നു. അതിനു മുൻപ് BJP-യിലെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴും BJP-ക്ക് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നു. ഇത്തരത്തിൽ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുന്ന ഈ മണ്ഡലത്തിൽ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 3 പാർട്ടികളും ഒരുപോലെ ആശങ്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പ്രത്യേകിച്ച് കോൺഗ്രസ് 3-4 തവണയായി കൈവശം വച്ചുകൊണ്ടിരിക്കുന്ന നിയമസഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുടെ പോരായ്മ കൊണ്ട് കൈവിട്ടു പോകുമോ എന്ന ആശങ്കയാണ് കോൺഗ്രസിനെ സത്യത്തിൽ വിഷമിപ്പിക്കുന്നത്. ഇത്തവണ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP-യിൽ നിന്ന് മത്സരിക്കാനെത്തുന്നത് ശോഭാ സുരേന്ദ്രനാണെന്നുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. 2016-ൽ ശോഭ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ വലിയ മുന്നേറ്റം കാഴ്ചവച്ചിരുന്നു. മാത്രമല്ല, 2019-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ ആ മുന്നേറ്റം ആവർത്തിക്കുകയും ചെയ്തു. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമാണ് മത്സരിച്ചത്. സംസ്ഥാന മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് എതിരെയായിരുന്നു അന്ന് മത്സരം. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലും രണ്ടാം സ്ഥാനത്ത് എത്താൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ 63,690 വോട്ടുകൾ നേടിയപ്പോൾ ശോഭാ സുരേന്ദ്രൻ 40,193 വോട്ടുകളാണ് നേടിയത്. കോൺഗ്രസിൻ്റെ SS ലാൽ 33,995 വോട്ടുകൾ മാത്രമേ സ്വന്തമാക്കിയുള്ളൂ. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നുമായിരുന്നു. ആലപ്പുഴയുടെ ചരിത്രത്തിൽ ഒരു BJP സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ അവിടെയും മുന്നേറിയത്. 3-ാം സ്ഥാനത്തായിരുന്നു ശോഭാ സുരേന്ദ്രൻ എത്തിയതെങ്കിലും ഏകദേശം 3 ലക്ഷത്തോളം വോട്ടുകൾ മണ്ഡലത്തിൽ നേടുവാൻ അവർക്കായി. ഇത്തരത്തിൽ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ശോഭാ സുരേന്ദ്രനെ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചാൽ വിജയപ്രതീക്ഷ ഉണ്ടെന്നുള്ളതായിരുന്നു BJP പ്രവർത്തകരുടെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് സ്വന്തമാക്കിയതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം സ്വന്തമാക്കിയാൽ കേരളത്തിൽ BJPക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്നും പ്രവർത്തകർ കരുതുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാന നേതൃത്വം ശോഭാ സുരേന്ദ്രന് സീറ്റ് നൽകിയേക്കില്ല എന്ന സൂചനകൾ പുറത്തുവരുന്നത്. പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ മത്സരിക്കുമെന്നാണ് BJPയുമായി അടുപ്പമുള്ള കേന്ദ്രങ്ങൾ സൂചന നൽകുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഇഷ്ടമുള്ള മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം സുരേന്ദ്രനുണ്ടെന്നും സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയം നേടിയാൽ അത് കേരളത്തിൽ BJPയുടെ മുന്നേറ്റത്തിന് നാന്ദി കുറിക്കലാകുമെന്നും BJPയിലെ ഔദ്യോഗിക പക്ഷത്തിലെ അഭിപ്രായമുണ്ട്. എന്നാൽ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കാൻ എത്തിയാൽ
പ്രദേശത്തെ BJP പ്രവർത്തകർ ഏതു രീതിയിൽ പ്രതികരിക്കുമെന്ന ആശങ്കയിലാണ് സുരേന്ദ്രപക്ഷം. ശോഭാ സുരേന്ദ്രനോ കൃഷ്ണകുമാറോ മത്സരിച്ചാൽ പാലക്കാട് മണ്ഡലത്തിൽ വിജയം ഉറപ്പാണെന്ന് അവിടുത്തെ BJP പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ശോഭാ സുരേന്ദ്രന് പകരം കെ സുരേന്ദ്രൻ അവിടെ എത്തുകയാണെങ്കിൽ വിജയപ്രതീക്ഷ വേണ്ട എന്നുള്ളത് അവർ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നുമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോന്നി നിയമസഭാ മണ്ഡലത്തിലും മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലും കെ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നു. 2 സ്ഥലത്തും നാണം കെട്ട തോൽവിയായിരുന്നു ഫലം. ഇത്തവണ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സുരേന്ദ്രൻ മത്സരിക്കുകയുണ്ടായി. ഈ മത്സരത്തിൽ സുരേന്ദ്രന് 1.5 ലക്ഷം വോട്ട് പോലും തികയ്ക്കാൻ കഴിഞ്ഞില്ല. പാലക്കാട് മത്സരിക്കാൻ കെ സുരേന്ദ്രൻ എത്തിയാൽ അത് BJPയെ വളരെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കെ സുരേന്ദ്ര വിരുദ്ധ BJP പ്രവർത്തകർ സൂചന നൽകുന്നത്. 3-4 മാസം കൂടി കഴിയുമ്പോൾ കെ സുരേന്ദ്രൻ കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയേണ്ടി വരും. അതിനിടയിൽ ഒരു വിജയം എന്ന സ്വപ്നമാണ് കെ സുരേന്ദ്രൻ കാണുന്നതെങ്കിൽ BJP സംസ്ഥാന നേതൃത്വം കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും അതെന്നാണ് അവർ പറയുന്നത്. സുപ്രീം കോടതി ശബരിമല സ്ത്രീ പ്രവേശന വിധി പുറപ്പെടുവിച്ചതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഏകദേശം മാസങ്ങളോളം കെ സുരേന്ദ്രൻ അന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ഭക്തർക്ക് വേണ്ടി ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തി എന്ന നിലയിലാണ് കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷനായി മാറുന്നത്. BJPയുടെ ഈ പ്രവൃത്തി രാഷ്ട്രീയപരമായി പാർട്ടിക്ക് വളരെയേറെ ഗുണം ചെയ്യുമെന്നും കരുതിയിരുന്നു. എന്നാൽ അത്തരത്തിലൊരു മാറ്റവും BJPക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തവണ സുരേഷ് ഗോപി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചത് BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ മികവാണെന്നുള്ള രീതിയിൽ ചില പ്രചരണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് യാതൊരു പങ്കുമില്ലെന്നും വ്യക്തിപരമായ സ്വാധീന ഫലമായാണ് സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിച്ച് വിജയിച്ചതെന്നുമാണ് BJP പ്രവർത്തകർ തന്നെ പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ നടക്കുന്ന മത്സരം വളരെയേറെ പിരിമുറുക്കം നിറഞ്ഞതാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ BJP സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രനാണ് പാലക്കാട് എത്തുന്നതെങ്കിൽ പാലക്കാട്ടെ BJP പ്രവർത്തകർ ഏത് രീതിയിലാണ് പ്രതികരിക്കുമെന്നുള്ളത് പറയാനും കഴിയില്ല. BJP അനുഭാവിയായ ശ്രീജിത്ത് പണിക്കരുമായുള്ള പോരിന് പിന്നാലെ BJP പ്രവർത്തകർക്കിടയിൽ കെ സുരേന്ദ്രനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. മാധ്യമങ്ങളിലെ വൈകുന്നേര ചർച്ചകളിൽ BJP അനുകൂല നിലപാട് സ്വീകരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ശ്രീജിത്ത് പണിക്കരെ തള്ളിപ്പറഞ്ഞ കെ സുരേന്ദ്രൻ്റെ നടപടി സാധാരണ BJP പ്രവർത്തകർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പാലക്കാട് സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ BJP പ്രവർത്തകരുടെ ഈ പ്രതിഷേധം വോട്ട് ചെയ്യാതിരിക്കലായി രൂപം മാറുമെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭയം. എന്നാൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറാനുള്ള താൽപ്പര്യമില്ലെന്ന് തന്നെയാണ് കെ സുരേന്ദ്രനുമായി അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നത്.